സുന്നത്തില്ലാത്തവൻ സുന്നി എന്ന് പറഞ്ഞ പോലെ, മണ്ടല്ലാത്തവൻ മണ്ടെന്ന് പറഞ്ഞ പോലെ ആണോ നമുക്കറിയില്ല. ആ മൂപ്പരെ കണ്ടുപിടുത്തപ്പത് 5000 രൂപ കൊടുക്കാൻ വെച്ച 500 ചുരുങ്ങി. ആരോടും പറഞ്ഞിട്ടില്ലേന്നു. അപ്പൊ സൈത്താൻ എങ്ങനെ അറിഞ്ഞു എന്നാ മൂപ്പര ആലോചന. ഈ മറുപടി മൂപ്പർക്ക് വഹി കൊടുത്ത് സൈത്താനാ. ശൈത്താൻ വഹി കൊടുക്കും. യൂഹൂന ഇലാ ഔലിയാഹിം, പിശാച് ഓന്റെ ഔലിയാക്കന്മാർക്ക് സന്ദേശം കൊടുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ന്യായമായി സംശയിക്കുന്നു. അള്ളാഹിന്റെ സിഫത്തിലായി പങ്കു ചേർക്കണമൊക്കെ. തൗഹീദുൽ അസ്മാ സിഫാത്തായി പൊളിക്കുന്നത്. എത്ര സിഫത്താ പോയത്? സമീഉ ദുആ ആദ്യം പൊളിച്ചു. അലീമുൻ ബിദാത്തി സുദൂർ പോയി, യഅലമു ഖായത്തുൽ അയ്യുനി പോയി, വമാ തുഖ്ഫി സുദൂർ പോയി. എല്ലാം അങ്ങനെ പൊളിയാ. ഇനി എന്ത് തൗഹീദാക്ക് പറയാൻ കഴിയാം? എന്നിട്ട് നമ്മൾ ജിന്നൂരാണ്, നമ്മൾ ജിന്നിൻ്റെ ആൾക്കാർ, നമ്മൾ ശൈത്താൻ്റെ ആൾക്കാർ, നമ്മൾ ജിന്നിനെ വിളിക്കണം ഓര് അള്ളാഹിൻ്റെ പാർട്ടി. എങ്ങനെയുണ്ട് ഈ കോലത്തെ അള്ളാഹിൻ്റെ പാർട്ടി? എന്നിട്ട് പറയാം ഖുർത്തുബിയിലുണ്ട് എന്നാ. എന്താ ഖുർത്തുബിയിലുള്ളത്? ഖുർത്തുബിയിലുള്ളത് ഇന്ദദുഉഹും ബിംബങ്ങൾക്ക് ലായസ്മഉ ദുആക്കുന്ന കഴിഞ്ഞ് പിന്നെ വയൗസമിഉ, അത് മഹാന്മാർക്ക്. അങ്ങനെയാണ് ഖുർത്തുബിയുള്ളത്. അങ്ങനെയുള്ളത് ഖുർത്തുബി ഇത്രയും നമ്മൾ പഠിപ്പിച്ച എങ്ങനെയാ? സമൂഹത്തോട് പറഞ്ഞു കൊടുത്ത എങ്ങനെയാ? അങ്ങനെയായിരുന്നുവോ? ഒരിക്കലുമല്ല. ഖുർത്തുബി പറഞ്ഞെന്താ? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, ആപൽഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ കേൾക്കില്ല. എന്തുകൊണ്ട്? ലിഅന്നഹാ ജമാദാത്തുൻ ലാ തബ്സുർ വലാ തസ്മഉ, കേൾവിയും കാഴ്ചയും ഒന്നുമില്ലാത്ത നിർജീവങ്ങളാണല്ലോ അവ. അത് ബിംബങ്ങളെ പറ്റി തന്നെ ആ ഭാഗം. കാരണം ഓരാരാധ്യന്മാർ പ്രധാനമായും ബിംബങ്ങൾ. അതുകൊണ്ട് ഒരു കേൾക്കൂല, ഓര് കാണാൻ കഴിയില്ല, കേട്ടാലും ഉത്തരം ചെയ്യില്ല. ഇത് ലൈസ കുല്ലു സാമിഇൻ നാതിഖ, കാരണം കേൾക്കുന്നവനൊക്കെ പറഞ്ഞോളുന്നില്ലല്ലോ എന്നിട്ട് പറയാ. വഖാല ഖതാദ അൽ മഅന ലൗ സമിഉ ലം യൻഫഉകും, കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉപകാരമില്ല. അതിനർത്ഥം കേൾക്കുന്നില്ല. കേൾക്കുമെന്നാണ് ഓലെ വിശ്വാസം. അതുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യമില്ല. വഖീല പറയപ്പെട്ടിരിക്കുന്നു ഐ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത, അവർക്ക് ബുദ്ധിയും ജീവനുമുണ്ട് എന്ന് സങ്കല്പിച്ചാലും, ഫസമിഉ ദുആഅക്കും, എന്നിട്ട് നിങ്ങൾ ദുആ കേട്ടുവെന്ന് സങ്കല്പിച്ചാലും, ലകാനു അത്വഅ ലില്ലാഹി മിൻകും, അവർ നിങ്ങളെക്കാളേറെ അല്ലാഹ്ക്ക് വഴിപ്പെടുകയാണ് ചെയ്യുക. അവ കേൾക്കുന്നല്ല പഠിപ്പിച്ചത്. ജീവനുണ്ട്, കേൾവിയുണ്ട്, കേട്ടു എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാലും അവർ അല്ലാഹ്ക്ക് വഴിപ്പെടുകയേ ഉള്ളൂ, നിങ്ങളെ ശിർക്കിന് കൂട്ടു നിൽക്കൂല. വലമസ്തജാബു ലക്കും അലൽ കുഫ്രി, ഈ കുഫ്റിന് ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർക്കിക്കും ഐ യജ്ഹദൂന അന്നക്കും അബത്തുമൂഹും വയതബറഊന മിൻകും, നിങ്ങൾ ആരാധിച്ചു വന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. മൊത്തം തഫ്സീർ പറഞ്ഞു. എന്നിട്ട് ഖുർത്തുബി പറയാ സുമ്മ യജൂസു. കണ്ട, അല്ലാതെ വലോ സമയം നിർത്തല്ല അമ്പിയാക്കന്മാരെ പറഞ്ഞത്. അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. നാസസുലമി പറയാ ലാ യസ്മഉ ദുആഅക്കുന്നുള്ളത് ബിംബങ്ങൾ, വലോ സമിഉ എന്നത് അമ്പിയാക്കൾ. ഖുർത്തുബിയിലുണ്ട്. എവിടെ നാസസുലമി? ഖുർത്തുബിയിൽ അങ്ങനെ. ഖുർത്തുബിയിൽ വലോ സമിഉ മസ്തജാബു ലക്കും എന്നതും ബിംബങ്ങൾക്കാ പറഞ്ഞത്. മൊത്തം ബിംബങ്ങൾക്കാ പറഞ്ഞത്. ലാ യസ്മഉ ദുആഅക്കും ബിംബങ്ങൾ, വലോ സമിഉ കേട്ടാൽ ഉത്തരം ചെയ്യില്ല, അതും ബിംബങ്ങൾ. അവർ കഴിഞ്ഞു. ഖിയാമത്ത് നാളെ അവർ നിഷേധിക്കും, അതും ബിംബങ്ങൾ. എന്നിട്ട് പിന്നെ പറയാ സുമ്മ യജൂസു, ഇനി ജായിസാണ് ആഖിലീങ്ങളായ ആരാധന്മാരിലേക്കും ഇത് മടങ്ങാൻ പറ്റും. ഏത്? ഈ പറഞ്ഞത് മൊത്തം. ഈ പറഞ്ഞത് മൊത്തം. നിങ്ങൾക്ക് എന്ത്? ഖുർത്തുബി വെച്ച് നീട്ടിയിട്ട് നിങ്ങൾ നീട്ടുമ്പോൾ വാങ്ങാനുള്ളതാന്ന് ചോദിച്ച മനുഷ്യനല്ലേ അയാൾക്ക് എന്താ ഖുർത്തുബി? ഇതെല്ലാം ശേഷം പറയാ ഈ പറഞ്ഞതിലെല്ലാം ഇനി മഹാന്മാരായ ആരാധിക്കപ്പെടുന്നവരും പറ്റും. ആരാണവർ? കൽ മലായികതി, മലക്കുകളെ പോലെ, വൽ ജിന്നി, ജിന്നുകളെ പോലെ, വൽ അംബിയായി, അംബിയായിനെ പോലെ, വശയാതീൻ, ശൈത്താന്മാരെ പോലെ. ഐ യജ്ഹദൂന, ഇവരൊക്കെയും നിഷേധിക്കും. ഐ യകുന മാ ഫഅൽതുമൂഹു ഹഖ്ഖാ, നിങ്ങൾ ചെയ്ത ഹക്കാണ് എന്നതിനെ അവർ നിഷേധിക്കും. വഅന്നഹും അമറൂകും ബിഇബാദതിഹിം, അവരെ ആരാധിക്കാൻ അവർ കൽപ്പിച്ചു എന്നതിനെയും അവർ നിഷേധിക്കും. കമാ അഖ്ബറൻ ഈസാ ബിഖൗലിഹി മാ യകുലു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ. ഈസാ നബി പറയുമല്ലോ പരലോകത്ത്, എനിക്ക് അവകാശമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നല്ലാഹ് പറഞ്ഞതുപോലെ. അപ്പോൾ സംശയം ഉണ്ടാവാം, പരലോകത്ത് നിഷേധിക്കുന്നു പറഞ്ഞാൽ അത് ബിംബങ്ങൾക്കാവോ? ബിംബങ്ങൾ നിഷേധിക്കുക അവിടെ നിന്ന്. അപ്പൊ ഖുർത്തുബി വീണ്ടും പറയാ സുമ്മ യജൂസു അല്ല വയജൂസു അൻ യൻദറജ ഫിഹിൽ അസ്നാമു ഐളാ, അതിലും ബിംബങ്ങൾ പെടാൻ പറ്റും. അതിലും ബിംബങ്ങൾ പെടും. ഏതിന്? പരലോകത്ത് നിഷേധിക്കുമെന്ന് പറഞ്ഞതിലും ബിംബങ്ങൾ പെടും. അതെങ്ങനെ? ഐ യുഹീഹല്ലാ,
അള്ളാഹു അവർക്ക് ജീവൻ നൽകും. എന്നിട്ട് ഞങ്ങളൊന്നും ഇബാദത്ത് അർഹരല്ല എന്ന് അവര് പറയും. ഇതാ ഖുർത്തുബി പറഞ്ഞത്. എന്നിട്ട് പറയാ ഖുർത്തുബിയിലുണ്ട് എന്ത്? കേൾക്കൂല എന്ന് പറഞ്ഞ ബിംബങ്ങള് കേട്ടാലും ഉത്തരം ചെയ്യൂല എന്നുള്ള മലക്കും ജിന്നും. അപ്പൊ ഒരു കേൾക്കുന്നു കിട്ടിയില്ലേനാ നാസസുല്ലമി. എന്തു പറ്റി? നിങ്ങൾ പോട്ടെ, പക്ഷെ നിങ്ങൾ താങ്ങി നടക്കുന്ന ഹനീഫ് കായക്കുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിഷമുണ്ടായത്. കാരണം ഈ ഹനീഫ് കായക്കുടിയല്ലേ ഖുറാഫികളെ പഠിപ്പിച്ചത് ലാ യസ്മഉ ദുആക്കും ജിന്ന് പെടും എന്നുള്ളത്. ലാ യസ്മഉ ദുആക്കും ജിന്ന് പെടും. കോട്ടക്ക സംഭവത്തിൽ ഫൈസൽ അഹ്സനി പറഞ്ഞു ഹനീഫ് കായക്കുടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ജിന്ന് പെടുമെന്ന്. പല സ്ഥലത്തും അവർ പറഞ്ഞു. മടവൂരികൾ നാട് നീളെ ഇറങ്ങിയപ്പോൾ അനസ് മുസ്ലിയാർ ഈ ഫൈസൽ അഹ്സനിയുടെ ക്ലിപ്പിട്ടിട്ട് പറഞ്ഞു ഹനീഫ് കായക്കുടി ആ പഠിപ്പിച്ചു കൊടുത്തത് ജിന്ന് ദുആ കേൾക്കൂല. പറഞ്ഞോളി, അനസ് മുസ്ലിയാർ ആ ക്ലിപ്പിട്ട പഴയ രംഗം കണ്ടോളി. ഇല്ല, പിന്നെ ആരാണ് അഹ്സനിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? അത് അഹ്സനിയാണല്ലോ പറയേണ്ടത്. അഹ്സനി പറയട്ടെ, മടവൂരികളിട്ട ക്ലിപ്പിൽ തന്നെ പറയട്ടെ, അഹ്സനിക്ക് ഈ ആയത്തിൽ ജിന്ന് പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അഹ്സനി പറയട്ടെ. ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഓദിക്കോ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ? അത് പഠിപ്പിച്ചു കൊടുത്തത് ഹനീഫ മൗലവിയാണ്. ഇത് ജിന്ന് പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? ഹനീഫ മൗലവി. ഇപ്പോഴും ചില ആളുകൾക്ക് ജിന്ന് പെടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആര്? ഹനീഫ മൗലവി. അന്ന് ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന് ജിന്നൂരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജിന്ന് പെടും എന്ന്. പക്ഷെ ആ ഹനീഫ് മൗലവിക്ക് പഠിപ്പിക്കേണ്ട ഗതികേട് ഇപ്പൊ മുജാഹിദുകൾക്ക് വീണ്ടും ഉണ്ടായി. കണ്ടങ്ങള്, അന്ന് ഖുറാഫിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞാൽ ജിന്ന് പെടും. പിന്നെ മടവൂരിറങ്ങി അവർക്കും പഠിപ്പിച്ചു കൊടുത്തു കായക്കൂടി ജിന്ന് പെടും. എല്ലാം കഴിഞ്ഞപ്പോ മൂപ്പയ്ക്ക് സംശയം ജിന്ന് പെടുവോ? ഓരൊക്കെ പഠിച്ചു, ഖുറാഫിയാളും പഠിച്ചു, മടവൂരാളും പഠിച്ചു. ഓരൊക്കെ നിർത്തിയപ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ആലോചിക്കുക, അല്ല ജിന്ന് ഇപ്പം എങ്ങനെ പെടുക? ജിന്ന് ദുആ കേൾക്കുമല്ലോ, മലക്ക് ദുആ കേൾക്കുമല്ലോ, അപ്പോൾ പെടൂല. എന്നാ ശരി, ആ തൂബിലവിടെ ഉണ്ടല്ലോ, അതിക്ക് കൂട്ടതും കൂടി അയക്കണ കൂട്ടിച്ചേർക്കുക. ആ പഴയ തൗബീക്ക് അനസ്മൂലിന്റെ മകൻ ഇതും കൂടി ആഡ് ചെയ്താണ്. എന്താണ് ഹനീഫ് കായക്കുടി നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ഇനിയും ഭരണം പൊളിക്കല്, ഇനിയും ഭരണം പൊളിക്കലിൽ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറയണം, നിങ്ങൾ അന്ന് ഖുറാഫികൾക്കും മടവൂരികൾക്കും പഠിപ്പിച്ചു കൊടുത്തതാണോ ശരി, അതല്ല ഇപ്പൊ മാറ്റിപ്പന്നതാണോ ശരി? രണ്ടാളൊന്ന് പറയട്ടെ. ഇന്തദഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതിൽ ജിന്ന് പെടും, മലക്ക് പെടുമെന്ന് നിങ്ങൾ അന്ന് ഖുറാഫികളോട് പറഞ്ഞു, കോട്ടക്ക സംഭവത്തിന് പറഞ്ഞു, മടവൂരികളോട് പറഞ്ഞു. ഞങ്ങളൊക്കെ അന്ന് കിതാബ് എടുത്തു. എന്താ കാരണം? നിങ്ങളന്ന് ഉള്ളത് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മാറ്റി പറഞ്ഞു. ജിന്നതിന് പെടില്ലെന്ന് പറഞ്ഞു, ജിന്ന് ദുആ കേൾക്കുമെന്ന് പറഞ്ഞു, ശൈത്താൻ ദുആ കേൾക്കുമെന്ന് പറഞ്ഞു, മലക്ക് ദുആ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മടവൂരി ചാരന് പിന്നിൽ അയാൾക്ക് കിതാബ് എടുത്തുകൊടുക്കാൻ എന്ന പേരിൽ പോകേണ്ടി വന്നു. എടുത്തുകൊടുക്കാൻ ആവശ്യം അവിടെ വന്നിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞല്ലോ, മൂപ്പയ്ക്കാൾ ആകെ പണി എന്തായിരുന്നു? ക്യാമറയും പിടിച്ചിങ്ങനെ ഇരിക്കുക, അല്ല കിതാബ് ആവശ്യമില്ല. മൂപ്പത്തെ ചെറിയൊരു ടാബ് ഉണ്ട്, അതും കൊണ്ട് മൂപ്പര് ഫോട്ടോ പിടിച്ചിങ്ങനെ ഇരുന്നു. ഹംസബാക്കവി ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയിട്ട് വീഡിയോ വെച്ച് തിരിച്ചു പോലും ചെയ്തു. ആകെ സംഭവിച്ചതാ. അപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാ കൂട്ടരെ മാറ്റം വന്നത്? എവിടേക്കായി പോണത്? അള്ളാഹുവിന്റെ സിഫാത്ത് പോലും ജിന്നും മലക്കിനും വകച്ചു കൊടുത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് അഭൗതിക എന്ന് പറഞ്ഞ അവിടെ നിൽക്കൂല പ്രശ്നം. ജിന്നും മലക്ക് അഭൗതിക നിങ്ങൾ പറയുന്ന 1-ാം തീയതി മുതൽ നിങ്ങളുടെ അപകടം ഇതാ ആരംഭിക്കുകയാണ്, നിങ്ങളുടെ വ്യതിയാനം ആരംഭിക്കുകയാണ്. ഈ നിങ്ങൾ ഇവിടുന്ന് വഴിമാറി അതിവിദൂരമായ ഗർത്തത്തിലേക്ക് ചാടാൻ പോകുന്നത്. അതാ നമ്മൾ ഇപ്പൊ കണ്ടത്. ഒരു പടി കൂടി കടന്ന് പറഞ്ഞു ശൈത്താൻ ഉത്തരം ചെയ്യും, പ്രാർത്ഥന കേൾക്കും, മനസ്സറിയും എന്ന് മാത്രമല്ല ശൈത്താൻ ഉത്തരം ചെയ്യും. പറഞ്ഞോട്ടെ, പുളിക്കെന്ന് പറഞ്ഞതാ. നമ്മുടെ സംസാരം കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. വളരെ കൃത്യമായി വിശദീകരിച്ചു. ഇനി ഇതിന് നേരെ വിപരീതം ഇതേ മുസ്ലിയാർ എന്നെ പ്രസംഗിക്കണ്ടേ? അതാ രസം. ഇപ്പൊ നമ്മൾ പ്രസംഗിച്ചേട്ടല്ലോ, നമ്മുടെ സംസാരം ജിന്നും മലക്കും കേൾക്കും, പക്ഷെ എന്ത് കേൾക്കൂല? പ്രാർത്ഥന കേൾക്കൂല. ഇതേ മുസ്ലിയാർ പ്രസംഗിക്കുന്ന മറ്റൊരു ഭാഗം കേട്ടോളി.
മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാണ് പ്രത്യക്ഷപ്പെടുക, മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാണ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മലക്കുകളെയും അവർ ആരാധിച്ചവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. കാരണം എന്താ പറഞ്ഞത്? അള്ളാഹു പരലോകത്ത് മലക്കുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചിരുന്നത്? അപ്പോ മലക്കുകളുടെ മറുപടി ബൽക്കാനു യഅ്ബുദൂനൽ ജിന്ന, ഞങ്ങളെയല്ല റബ്ബേ, അവർ ജിന്നുകളെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫൈസൽ പറയുന്ന വാക്ക് കേട്ടോളി. മലക്കേത് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. അങ്ങനെ ശൈത്താൻ നോക്കിയെടുക്കുക, അന്നലത്തോട് വിളിച്ചു കിട്ടുമോ നോക്കിയിട്ട്. മലക്കേത് വിളിച്ചു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മലക്കല്ല, ജിന്നായിരുന്നു, ശൈത്താനായിരുന്നു. മലക്കേ എന്ന് വിളിച്ചു, ആ വിളിക്ക് ഉത്തരം ചെയ്തതാരാ? ശൈത്താൻ. വിളി കേട്ടു എന്ന് മാത്രമല്ല, ആ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം കണ്ടോ? മലക്കിനെ വിളിച്ചു, ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് അത് മൂപ്പൻ എന്താക്കി? മലക്കിനെ വിളിച്ചു, ശൈത്താൻ ഉത്തരം ചെയ്തു. മലക്കിനെ വിളിച്ചു, ശൈത്താൻ ഉത്തരം ചെയ്തു മൂപ്പന വക. ഞാൻ പറഞ്ഞത് മലക്കിനെ വിളിച്ചു, ആ വിളി ശൈത്താൻ കേട്ടു, ശൈത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചത് മലക്കാ പ്രത്യക്ഷപ്പെട്ടത്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു, ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടു ഇവന്റെ കാഴ്ചയിൽ. ഓൻ തെറ്റിദ്ധരിച്ചു, ഷെയ്ഖ് വന്നു. വന്നതാരാ? ശൈത്താനാ. ദുആക്ക് ഉത്തരം ചെയ്തതാണോ? അല്ല, അല്ല. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ല മാത്രം, ദുആ കേൾക്കുന്നവൻ അല്ല മാത്രം. എപ്പോഴും പറയുന്ന ഉദാഹരണം ഉണ്ട്. ഒരാൾ പുഴയിൽ മുങ്ങി മരിക്കാൻ പോവുക. പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോ അല്ലാ രക്ഷിക്കണേ എന്ന് ഇയാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ ഇയാൾ മുങ്ങി മരിച്ചു. ഇയാളെ ദുആ അല്ലാഹ് കേട്ടുവോ? ഉത്തരം ചെയ്തുവോ? നാസസുലം എന്താ പറയാ? അല്ലാഹ് ദുആ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, സമീഉ ദുആക്ക് വെറുതെ പറഞ്ഞതാ എന്ന് പറയാ നാസസുലമി. ഞാൻ മനസ്സിലാക്കുന്നു, രക്ഷിക്കണേ എന്ന ഇയാളെ ദുആക്കുള്ള ഉത്തരമാണ് ഇയാളെ മുക്കിക്കൊന്നത്. രക്ഷിക്കണേ എന്ന ദുആക്ക് ഉത്തരം ഇയാളെ മുക്കിക്കൊന്നത്. എന്തുകൊണ്ട്? ഇയാൾ ചോദിച്ചത് കേവലമായ താൽക്കാലികമായ രക്ഷയാണെങ്കിലും ഇയാൾക്ക് ശരിയായ രക്ഷ ഏത് എന്നറിയുക ഭാവി ഭൂത വർത്തമാനമെന്ന റബ്ബിന് മാത്രമാ. അതുകൊണ്ട് അയാൾക്ക് ഇപ്പം രക്ഷപ്പെടല്ല, വെള്ളത്തിൽ പൊങ്ങല വേണ്ടത്, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടത്. അതിന് ഖൈറ് അയാൾ ഇനി ജീവിക്കാതിക്കല. റബ്ബിന് മനസ്സിലാവും. അയാൾ ഇപ്പം മുവഹിദാ, ഇപ്പം അയാൾ മരിച്ച ഷഹീദിന്റെ കൂലിയാ. ഒരു പക്ഷെ അയാൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി 10 കൊല്ലം ജീവിച്ച് അഖ്ലാനിയായി, ഖുറാഫിയായി, ഖുബൂലിയായി, ശിർക്കകപ്പെട്ട് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, നരകത്ത് കണ്ട് പോകും. അപ്പൊ അല്ല തീരുമാനിച്ചു പോകാനാണ്, മരിച്ചോട്ടെ, സ്വർഗത്ത് കണ്ട് പോയിക്കോട്ടെ. ഇവിടെ ദുആക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. രക്ഷിക്കണേ എന്ന ദുആക്ക് ഉത്തരം മുക്കിക്കൊന്നത്. കണ്ണു കാണാത്ത മനുഷ്യൻ എന്നും പ്രാർത്ഥിച്ചു, റബ്ബേ കാഴ്ച നൽകണേ. മരിക്കുന്നവരെ കാഴ്ച കിട്ടിയില്ല, അതിനർത്ഥം ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നല്ല. ദുആക്ക് ഉത്തരം കിട്ടി. എന്താ ഉത്തരം? അയാളെ കാഴ്ച കൊടുത്തില്ല, അതാ ഉത്തരം. അയാളെ കണക്കിൽ കാഴ്ച കിട്ടൽ ഖൈറാണ്. അള്ളാഹുവിന് അറിയാം അയാൾക്ക് കാഴ്ച ഇല്ലാത്തതാ ഖൈറ്. അതുകൊണ്ട് ഏറ്റവും ഖൈർ എന്തോ ആ ഖൈർ അല്ലാഹ് നൽകും. റസൂലുള്ളാഹി പറഞ്ഞു, ദുആക്ക് 3 രൂപത്തിലാ ഉത്തരം. ഒന്നുകിൽ ചോദിച്ച കാര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. എന്തിനാ അത്? ചോദിച്ച കാര്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാ? ചോദിച്ച കാര്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ മുസീബത്ത് ഒഴിവാക്കുന്നത്? അല്ല. പക്ഷെ ചോദിച്ച കാര്യം ഇയാളെ സംബന്ധിച്ച് ഖൈറല്ല എന്ന് റബ്ബിനറിയാം, അതുകൊണ്ട് അല്ലാഹ് കൊടുക്കൂല. പകരം ഒരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. ഇനി ചിലപ്പോൾ മുസീബത്ത് ഒഴിവാക്കാൻ ഇല്ല അയാൾക്ക് കണക്കാക്കിയത്, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ ഒഴിവാക്കാൻ പറ്റൂല. എന്നാലോ പരലോകത്ത് അയാളെ ദുആക്ക് അല്ലാഹു പ്രതിഫലം നൽകും. ഇത് 3 ഇല്ലെങ്കിൽ ദുആ വെറുതായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാ ദുആ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ചെന്ന് ചോദിച്ചെടുത്തുന്നു അത് ദുആയും ഉത്തരവല്ല. കണ്ണ് കാണാത്ത മനുഷ്യൻ മാതാ അമൃത എന്ന മയ്യെ ചെന്ന് കണ്ട് അവളെ ദൈവമായി കാണുന്ന ഭക്തൻ അവരോട് പറഞ്ഞു, അമ്മ എൻ്റെ കണ്ണിന് കാഴ്ച തരണം. ഉദ്ദേശം എന്താ? അമ്മ നോക്കിയാൽ മതി, അമ്മ തടവിയാൽ മതി, അമ്മ ഒന്ന് ഊതിയാൽ മതി, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്ന അമ്മ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവനാ. ഓൻ പോയി പ്രാർത്ഥിച്ചു, ശുദ്ധമായ ശിർക്ക് ചെയ്തു. അമ്മ എന്ത് ചെയ്തു? ഒരു വെള്ള പേപ്പർ എടുത്തൊരു എഴുത്തെഴുതി 30 ഹോസ്പിറ്റലിലേക്ക് ഇവന് ഫ്രീ ആയിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. അവിടെ പോയി ഓപ്പറേഷൻ ചെയ്ത് കണ്ണൊക്കെ മാറ്റി വെച്ച് നല്ല പുതിയ കണ്ണൊക്കെ വെച്ചെടുത്ത് പോകാൻ പുറത്തിറങ്ങി പോകാൻ പറയാ, നിങ്ങളെ ആയത്ത് പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ പറയുന്നതാ ദുആ കേൾക്കൂല,
കേട്ടാ ഉത്തരം ചെയ്യൂല. ഞാൻ ദുആയിരുന്നു, അമ്മ കേട്ടു, എൻ്റെ കണ്ണ് തിരിച്ചു കിട്ടി, ആയത്ത് പൊളിഞ്ഞില്ലേ എന്നൊന്നും ചോദിച്ചാൽ ഈ മടവൂരിച്ചാൽ എന്താ പറയാ? അതല്ല കൂട്ടരെ ദുആക്കളുടെ ഉത്തരം. റബ്ബിനോട് കണ്ണിന് കാഴ്ചക്ക് വേണ്ടി തേടിയ മനുഷ്യന് അള്ളാഹു ഈ ദുനിയാവിൽ കാഴ്ച കൊടുക്കാതിരിക്കുന്നത് ഉത്തരമാണെങ്കിൽ ഇവന് ഏതാണ് ഖൈർ എന്ന് തീരുമാനിക്കാൻ ഇവന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്ന റബ്ബിനെ കഴിയൂ. ആ റബ്ബ് നൽകുന്നതാ ഉത്തരം. ആ റബ്ബിന്റെ കേൾവി ആ ദുആയുടെ കേൾവി. അല്ല ദുആ കേൾക്കാൻ കാതോട് കേൾക്കാന്നുള്ളതല്ല, ചെവി കൊണ്ടുള്ള കേവല കേൾവിയല്ല ദുആ കേൾക്കല്. അതുകൊണ്ട് സമീഉദ് ദുആഇനും ലാ യസ്മഉ ദുആക്കും എന്നതിനുമൊക്കെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താ? സമീഉദ് ദുആ എന്ന് പറഞ്ഞാൽ അത് സമഉൽ ഇദ്റാകി വൽ ഇസ്തിജാബ, സമഉൽ ഖബൂലി വൽ ഇസ്തിജാബ എന്നാണ്. ഉത്തരം നൽകാൻ പര്യാപ്തമായ കേൾവി, അതാണ് സമീഉദ് ദുആയുടെ അർത്ഥം. അല്ല വെറുതെയുള്ള കേൾവിയല്ല, അത് റബ്ബിനെയുള്ളൂ. ആ റബ്ബെ ദുആ കേൾക്കൂ, ആ റബ്ബെ ഉത്തരം ചെയ്യൂ. സംശയം തീർന്നിട്ടില്ലേ? എ പി അബ്ദുൽ ഖാദിർ മൗലവി എഴുതുന്നു. എ പി അബ്ദുൽ ഖാദിർ മൗലവി ഈ പുസ്തകത്തിന്റെ 90-ാമത്തെ പേജിൽ കാണാം എന്താ എഴുതിയത്? നിങ്ങളവരെ വിളിച്ചു തേടുന്ന പക്ഷം, നിങ്ങളവരെ വിളിച്ചു തേടുന്ന പക്ഷം നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം നൽകലും അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണെന്നും മരിച്ചവർക്കോ ഇതര സൃഷ്ടികൾക്കോ അതിന് കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. ആര് ആര് എ പി അബ്ദുൽ ഖാദിർ മൗലവി ഇന്തദഉഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാ, ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം ചെയ്യലും അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണെന്നും മരിച്ചവർക്കോ മറ്റു സൃഷ്ടികൾക്കോ കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. എഴുതിയത് എ പി, ക്രോഡീകരിച്ചത് പന്നൂര്, പ്രസിദ്ധീകരിച്ചത് KNM. ഏത് KNM-ൽ ആ കായക്കൊടി താങ്കളുള്ളത്? ഈ KNM-ൽ ഞങ്ങളുണ്ട്, ഈ KNM-ൽ ഞങ്ങളുണ്ട്. ഇതിൽ നിങ്ങളുണ്ടെന്ന് പറയാൻ കഴിയുമോ? എ പി എഴുതിയ ഈ ലേഖനം, എ പി നൽകിയ ഈ അഭിമുഖം, KNM പുറത്തൊക്കെ ഈ പുസ്തകം, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ കായക്കൊടിക്കാകുമോ? അനസ് മൗലിക്കാകുമോ? അബ്ദുറഹ്മാൻ സലഫിക്കാകുമോ? സാക്ഷാൽ മടവൂരി ചാരന് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഇനിയിപ്പോൾ എ പി അന്നൊരു പോയത്ത് എഴുതി എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ പിന്നെ പന്നൂരെങ്കിലും തിരണ്ടേ? അങ്ങനെയല്ലാന്ന് പ്രസിദ്ധീകരിച്ചോ തിരണ്ടേ? ഇനി മാത്രം എന്നിട്ടും സംശയം ഉണ്ടായപ്പോൾ നമ്മളെ കുട്ടി എ പിക്ക് വിളിച്ചുന്ന്. അല്ല മൗലവി, ചില ആൾക്കാരിപ്പോൾ ജിന്നും മലക്കൊക്കെ ദുആ കേൾക്കുമെന്ന് പറയാൻ തുടങ്ങിക്കല്ലോ. അല്ല, ഇതിനല്ലേ ജിന്നൂരിയാളെ കുഴപ്പം. മൂപ്പ വിചാരിച്ച ജിന്നൂരിയാ പറഞ്ഞത് മൂപ്പ വിചാരിച്ച്. ജിന്നിനെ പിന്നാലെ കൂടി ഇപ്പം അതും പറഞ്ഞു എന്നാ മൂപ്പര് മനസ്സിലാക്കിയത്. മൂപ്പര് പറഞ്ഞത് ഓരെന്തായാലും മുജാഹിദായി കൂട്ടാൻ പറ്റൂല. അതാ പറഞ്ഞോട്ടെ, നിങ്ങൾ കേട്ടോളൂ. എ പിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ മൗലവി തിരക്കിലാണോ? ബുദ്ധിമുട്ടുണ്ടോ? വേറെന്താ, സുഖല്ലേ? പിന്നെ വേറെന്താ? ഞാനത് മറ്റേ രണ്ടത്താണിക്ക് നമ്മളെ പ്രവർത്തകനാണ്. വേറെന്താ, സുഖല്ലേ നിങ്ങൾക്ക്? അൽഹംദുലില്ലാ. വേറെ എന്തൊക്കെയാണ് വിഷയങ്ങൾ? ചോദ്യം ഒന്നുമല്ല, ഞാൻ ചോദിക്കാനല്ല, ഒന്നുമല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കാം. വെറുപ്പൊന്നും വിചാരിക്കരുത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുവോ? ഖുർആൻ പറഞ്ഞാലല്ലേ എന്തേ? ഒരു സമീറും അസ്തജാബൂലക്കും അയ്യോ. അപ്പൊ അവർ ദുആ കേൾക്കൂലെന്ന് കേൾക്കൂല, ഉത്തരം ചെയ്യില്ല. പിന്നെയല്ല, നിങ്ങളെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാഷറയില് അവർ നിഷേധിക്കുകയും ചെയ്യും. അയ്യോ. അപ്പൊ മലക്കാളും ചിന്നാളും ഒന്നും നമ്മളെ ദുആ കേൾക്കൂല? കേൾക്കൂല ഇല്ല എന്നാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഖുർആനോദി പറഞ്ഞില്ല നിങ്ങളോട്. അയ്യോ. അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ വിവക്ഷ. മലക്കാളും ജിന്നാളും മനുഷ്യരുടെ ദുആ കേൾക്കാൻ കഴിയൂല അല്ലേ?
കഴിയൂലെന്നാണ്. അല്ല ഇനിയിപ്പോ അതിലേ ആ അതിന് പുതിയ വല്ല തെളിവുണ്ടോ? നോക്കട്ടെ, എന്തെങ്കിലും നോക്കി. അത്രേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്ന വല്ല തെളിവുണ്ടോന്ന് ഉണ്ടാക്കിക്കണമെന്ന് അറിയില്ലല്ലേ? ഓക്കെ, എന്നാ ശരി. എങ്ങനെയുണ്ട് ഇപ്പോ? ആ ബാക്കി കഴിഞ്ഞിട്ടില്ല, വീണ്ടും വിളിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ എത്തിയെന്നറിയോ? ഒരു പറഞ്ഞിപ്പോ എവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തിയെന്ന് പറഞ്ഞാല് മലക്കും ജിന്നും ദുആ കേൾക്കുന്നു വരെ എത്തി. ഓര് പറഞ്ഞപ്പോ എന്താ അറിയോ? മാതാ അമൃതാനന്ദമയിനോട് രക്ഷിക്കണേന്ന് പറഞ്ഞ മാതാ അമൃതാനന്ദമയി കേൾക്കണില്ലേന്ന്. ഓര് പറയാണ് എന്താണ് ഞാൻ ഓരോട് പറഞ്ഞു. മാതാമൃതാനന്ദമയ്യോട് ഇവിടെ ഇരുന്നിട്ട് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് കേൾക്കുവോ? ഇല്ല. പടച്ചോനെ ഓര് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു നോക്കി. അപ്പൊ ഞാൻ ഓരോട് ചോദിച്ച് ഒരു ഊമ ദ്വാ ഇരിക്കുന്നുണ്ടല്ലോ, ആ ദ്വാ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അബ്ബേ എവിടെ എത്തിയല്ലേ? ആ എവിടെ എത്തിയാണ്ട് ചിന്തിച്ചാ മതി. ഞാനേ ഞാൻ പറയല് ഒരാൾ കിണറ്റിൽ വീണു. ഒരാൾ കിണറ്റിൽ വീണു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട അയാൾ കയറി. എന്നിട്ട് കയറിയിട്ട് അങ്ങോട്ട് ചാടി. അതെ, ആണ്ട് എത്തിയപ്പോ നമ്മളാ ചാടി. അയ്യോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഒരു 100 കൊല്ലത്തെ ശ്രമഫലമായിട്ടാണ് സനാഉല്ലാ മക്തിത്തങ്ങൾ മുതൽ ഇതുവരെ ഏതാണ്ട് 100 കൊല്ലത്തെ ശ്രമഫലമായാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിച്ചു. കേരളമാണ് പിന്നെ വിദ്യാഭ്യാസത്തിലും മറ്റൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആ നിലവാരത്തിലെത്തിച്ച് നമ്മളെയാണ് ഇപ്പൊ കണ്ടിരിക്കേണ്ടത്. ഓ, വല്ലാത്തൊരു വാതലെ. മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്നു പറഞ്ഞ പടച്ചോനെ. പിന്നെ എന്തായി വർത്താനം? സുഖാണ്, അൽഹംദുലില്ലാഹ്. പിന്നെ അതല്ല, ഇത് ഞാൻ അവരോട് എന്താ നമ്മളൊന്ന് പറയാം. അവരെ നമ്മൾ ഒഴിവാക്കി. എല്ലാം ഈ സംഘടനയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അവരെ നമ്മൾ ഒഴിവാക്കി. വേറെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് തൂക്കിക്കൊല്ലാൻ ഇല്ല, തൂക്കിക്കൊല്ലാനൊന്നും കഴിയൂല. ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന തന്നെ ഓരിപ്പോ ഗാന്ധപുരം വിഭാഗത്തോടൊപ്പം ആയല്ലേ? മോശല്ലേ? അതിനേക്കായി മോശമായി. പടച്ചോനെ, മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും കാലം നമ്മള് ഒരു ദുആ കേൾക്കൂലെന്ന് തന്നെ ഇവിടെ കിടന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ നമ്മൾ ഒഴിവാക്കിയില്ല. ഞാൻ ബേജാറായി നടത്തുന്നു. അല്ല, ഈ വിഷയത്തിൽ നമുക്ക് ഓരോരു തുറന്ന ചർച്ചക്ക് ഇരുന്നൂടെ? എന്തിന് തുറന്ന് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു യോഗ്യത പോലും അവർക്കില്ല. ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്നു പറഞ്ഞവർക്ക് എന്താ നമ്മള് ചർച്ച ചെയ്തത്? അതേതാണ് ഒരു തുറന്ന ചർച്ച കടക്ക ഓരില്ലാതായി. ഈ മലക്കാൾ ഓരോ ലാസ്റ്റ് തുരിപ്പിച്ചിട്ടാണ് ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്നു പറഞ്ഞ് അല്ലേ? ഓ, നമ്മൾ നെട്ടിത്തരിച്ചു പോവുക. മുജാഹിദുകൾ ആകെ നെട്ടിപ്പോയി. നമ്മൾ ഇത്ര കാലം കഷ്ടപ്പെട്ടിട്ട് ഈ സമുദായത്തെ ചില്ലറക്കാരല്ല പറഞ്ഞത്. ഇത്രയും കാലം ഈ ഖുർആൻ നൗഷാദ് ഹസനേറ്റൊക്കെ മുഖാമുഖം നടത്തിയിട്ട് നല്ല നല്ല പ്രഗത്ഭ പണ്ഡിതന്മാരാണ് ഈ വിഷയം സംസാരിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എവിടെ എത്തി നോക്കണോ? ഇബിലീസ് ചാവൂല. ഇബിലീസ് ചാവൂല. ഇബിലീസ് പിടികൂടിയതാണ് ഇവരൊക്കെ. അതിപ്പോ ഞാൻ ആര് പറഞ്ഞാലും എന്താപ്പ ഈ വർത്താനങ്ങൾ ആലോചിച്ച് നോക്കാണ്. മലക്കാളും ജിന്നാളും ദുആ കേൾക്കും. മാതാമൃതാനന്ദമയിനോട് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ മാതാമൃതാനന്ദമയി കേൾക്കും. അത് ഒന്നാം നമ്പർ തോന്നിയാസം. ഇത് 2ാം നമ്പർ തോന്നിയാസം. അല്ലാഹു അല്ല
ഇവിടെ ഇരുന്നിട്ട് മാതാമൃതാനൊന്നും അയ്യനെ രക്ഷിക്കലെന്ന് പറഞ്ഞ കേൾക്കുമല്ലോ മൂപ്പത്തിയര്. ആവേ എന്തൊക്കെയാണ് ഇവരൊക്കെ ഞാൻ എന്താ ചെയ്യണ്ടേ റബ്ബേ? സമൂഹത്തോട് മാപ്പ് പറിച്ചിട്ട് മാപ്പ് പറയിച്ചിട്ടുള്ള കാര്യം, മാപ്പ് പറയാൻ മാത്രം യോഗ്യതയും കൂടി അവർക്കില്ല. ഇല്ലേ? അത്രയും വലിയ അപരാധാണ് അവര് പറഞ്ഞത് അല്ലേ? അതെ 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 അതെ. വേറെന്തൊക്കെയുണ്ട്? തട്ടിമുട്ടി പോണ്. അതെ, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. ആരോഗ്യവും. ആമീൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനാ വേറെ പോലെ. അപ്പൊ കണ്ടങ്ങൾ, ഇതാണ് ശരിയായ മുജാഹിദിന്റെ വിശ്വാസം. ഈ കുത്തിത്തിരിപ്പ് ഒന്നും തിരിയാത്ത ശരിയായ മുജാഹിദിന്റെ മറുപടിയാണ് ഈ വിഷയത്തിൽ എ പി പറഞ്ഞത്. പല കുത്തിത്തിരിപ്പ് മൂപ്പർക്ക് അറിയാം, പക്ഷെ ഇത് മൂപ്പർ അറിഞ്ഞിട്ടില്ല. നമ്മളെ കുട്ടികളിങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാ ഇത് മറ്റോൻ പറഞ്ഞ ആവേശത്തിലാണ് മൂപ്പർ സംസാരിക്കുന്നത്. അപ്പൊ കണ്ടോ, ജിന്നും മൽക്കും ദുആ കേൾക്കൂലെന്ന് മൂപ്പര് ഒരു ആയത്തേരാ ഇന്തദുഹും ലാ യസ്മഉ ദുആക്കും. ഇതിന് പറഞ്ഞ ആയത്തേരാ ഇന്തദുഹും ലാ യസ്മഉ ദുആക്കും. ജിന്നും മൽക്കും ദുആ കേൾക്കുന്ന പറയാ കായക്കുടിക്ക് ആയത്തേരാ വലൗ സമീഉ മസ്തജാബു ലക്കും. കണ്ടങ്ങൾ എവിടെത്തി? അപ്പൊ റബ്ബിന്റെ വിശേഷണം ശൈത്താനെ വകച്ചു കൊടുക്കുന്നു. ഇതായിരിക്കാം ഒരു പക്ഷെ പണ്ട് നമ്മളെ TP ജാമീന്ന് പറഞ്ഞിരുന്നു, അള്ളാന്റെ കഴിവൊക്കെ ശൈത്താനെ വകച്ചു കൊടുക്കുകയാണ്. അവിടെ TP പറഞ്ഞോട്ടെ, നമുക്ക് ഇപ്പൊ അത് ഫിറ്റാണ്. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചു പോക്ക് ആരംഭിച്ചിരിക്കുന്നു. അതെ, കണ്ടോ, കുറച്ചു കാലം രാഷ്ട്രീയത്തിലുണ്ടായതുകൊണ്ട് ലേശം ദീർഘവീക്ഷണം മൂപ്പർക്ക് ഉണ്ടാവും. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു അള്ളാന്റെ കഴിവ് ശൈത്താനുണ്ട് പറയുന്നിടത്തേക്ക് വ്യാഖ്യാനങ്ങൾ എത്തി. അതെ, TP സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൾ ഇതാ പച്ചയായി തുടർന്ന് പറഞ്ഞു, അള്ളാഹു മാത്രമല്ല, ദുആ കേൾക്കുന്നവൻ അള്ളാഹു മാത്രമല്ല, ഉത്തരം ചെയ്യാനും ശൈത്താന് കഴിയും എന്ന് നാസസുലമി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എവിടേക്കായി പോക്ക്? തൗഹീദാ പൊളിയുന്നത്. എന്നിട്ട് നമ്മള് ശിർക്കിന്റെ ആൾക്കാരത്രേ, നമ്മൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നു അത്രേ. എത്ര ഗൗരവമാണ് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ പുളിക്കുന്ന ഈ മറുപടിയൊക്കെ പറഞ്ഞപ്പോ പിന്നെ നമ്മളെ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു. ജിന്നു മലക്കുമായി ബന്ധപ്പെട്ട സബബ് വിഷയം, ആ സബബ് പണ്ട് കോഴിച്ചന പൊളിഞ്ഞ സബബ് ഉണ്ടല്ലോ, ആ സബവുമായി ബന്ധപ്പെട്ട് നമ്മളെ കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു. ആ ചോദ്യം മറുപടിയും കേട്ടോളി, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലീഫ്, സ്ഥലം പന്തിരങ്ങൾ. ചോദ്യം, പന്നിപ്പാറ സംവാദത്തിൽ വെച്ച് ഫൈസൽ മുസ്ലിയാരും സാലിഷ് വാടാനപ്പള്ളിയും നടന്ന സംവാദത്തിൽ ഇലാജിന്റെ സന്ദർഭത്തിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ വസീലത്ത് ശിർക്കായത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇലാജിന്റെ സന്ദർഭത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്ക് തന്നെ, ജിന്നിനോടുള്ള ഇസ്തിആനത്ത് ശിർക്ക് തന്നെ, സഹായതേട്ടം ശിർക്ക് തന്നെ. എന്നാൽ അവിടെ പറഞ്ഞ വിഷയം മുഖാത്തബത്തുമായി ബന്ധപ്പെട്ടതാണ്. ജിന്നിനോട് ഇവിടെ നമ്മളുടെ ജമിയത്തുലമയുടെ PN അബ്ദുൽ ലത്തീഫ് മൗലവി അടക്കമുള്ള ആളുകൾ ചേർന്നെടുത്ത തീരുമാനത്തിൽ പറഞ്ഞതുപോലെ റുഖിയ ശറഈ